ക്യാപിറ്റൽ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരു ബസ് വന്ന്, ഇത് ഇവിടെ ക്യാപിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ഒരു ബസ്സാണ് കേട്ടോ. അപ്പോൾ അതിലവിടെ ആളെ ഇറക്കിയും കൊണ്ട് തിരിച്ചു പോകുന്നതായിരിക്കും അത്. അത്തരം ബസ്സിൽ വന്നിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ കുറേ ദൂരെയൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ചൂസ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ ഒരു റിവറല്ല, ഒരു പോണ്ട് മൊത്തം ഐസായി കിടക്കുകയാണ് കേട്ടോ. ഇതിന് മുകളിൽ കൂടി വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാം. അത്രയും ഹാർഡായി കിടക്കുന്ന ഐസാണ് ഇത്. കല്ലെടുത്ത് എറിഞ്ഞു നോക്കി നമ്മളിത് പൊട്ടുമെന്ന്, ഒരു രക്ഷയില്ല. നന്നായി വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫുഡ് ട്രാക്ക് അപ്പുറത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അത് തിരഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ ഈ ക്യാപിറ്റലിൻ്റെ ചുറ്റുപറ്റൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കാണണം നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ബൗണ്ടറി പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു പോണ്ട് കാണുന്നത്. നേരെ കാണുന്നില്ല ഒന്ന്, അത് ലിങ്കൻ മെമ്മോറിയലാണ് കേട്ടോ. ഈ US ക്യാപിറ്റൽ ഏരിയയിലൊന്നും ഒരു ഫുഡ് കിട്ടുന്നില്ല കേട്ടോ. ലഞ്ച് തിരഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇവിടെ ഒരു ഫുഡ് ട്രക്ക് കാണുന്നുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നീങ്ങിയത്. പിന്നെ അവിടെ എന്താ ഉണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ കാര്യവും കട്ടപ്പോയിരിക്കും. തൽക്കാല ആശ്വാസത്തിനുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തു. അത്യാവശ്യം കത്തിയ റേറ്റൊക്കെ ഉണ്ട്. എന്നാലും ഈ ഏരിയയിൽ വേറൊരു ഫുഡും കിട്ടാനില്ല എന്നുള്ളതാണ്. വലിയൊരു ഏരിയയിൽ ഈ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾ തന്നെയുള്ളു, ബിൽഡിങ്ങുകൾ തന്നെ. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഐസും. വേറെ ഒരു സാധനം, ഒരു ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും ഇവിടെ കാണില്ല. അപ്പോൾ ഇവന് നല്ല കച്ചവടമാണ് ഇവിടെ, നല്ല കത്തിയാണ്. നേരെ മുന്നേ കാണുന്നതാണ് കേട്ടോ ലിങ്കൻസ് മെമ്മോറിയൽ. അവിടേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ 2 സൈഡിലും മഞ്ഞാണ്. ഈ സെൻറ്ററിൽ കൂടിയുള്ള വാക്കിൽ ഉപ്പിട്ടിട്ട് ആ മഞ്ഞൊക്കെ ഉരുക്കി കളഞ്ഞതാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്താണ് ആ കാണുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ബർഗർ കഴിച്ച ആ ഒരു സ്റ്റീമിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ചയായിട്ട് നല്ല മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ബിൽഡിംഗ് ഇതവിടെ കാണാം. വളരെ വലിയൊരു ബിൽഡിംഗ് തന്നെ കേട്ടോ. കുറേ ഏരിയയിൽ തന്നെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒഫീഷ്യൽ ബിൽഡിങ്ങുകളായിരിക്കാം, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ നമ്മളൊരു മ്യൂസിയം കണ്ടിട്ടോ. അവിടെ കയറിയതാണ്. ഇവിടെ മിക്കവാറും കാര്യങ്ങൾ വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് കാണും. വൈറ്റ് ഹൗസിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഈ വൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, മിക്കവാറും അത് തന്നെയാണ്. ഇത് എലിസബത്ത് രാജ്ഞിക്ക് വിരുന്നൊരുക്കിയ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഒത്തിരി ഇൻഫോർമേറ്റീവായ കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട്. എല്ലാം മ്യൂസിയത്തിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരുപാട് പകർത്താനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റിൽ നമ്മളിപ്പോൾ മാറ്റി കേട്ടോ, നമ്മൾ വൈറ്റ് ഹൗസിലേക്ക് പോകാമെന്ന് വെച്ചു. തിരിച്ച് വരുന്ന ഈ വഴി തന്നെ ആയതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ലിങ്കൻ മെമ്മോറിയലിൽ കയറാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വൈറ്റ് ഹൗസിലേക്കുള്ള യാത്രയിലാണ്. അമേരിക്കയിൽ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ വളരെ വിസ്താരമേറിയ റോഡുകൾ. അല്ലാണ്ട് പ്രസിഡൻറ്റിൻ്റെ വീട്ടിനടുത്തേക്കുള്ള അങ്ങനെയുള്ള പ്രത്യേകതയൊന്നും ഇവിടെ ഇല്ല. എല്ലായിടത്തും കാണുന്ന മാതിരി തന്നെയുള്ളൂ. ഇവിടെ ഇതാ നല്ലൊരു സ്റ്റാച്ചു കാണുന്നു, ഐസിലിൻ്റെ അകത്ത് കുളിച്ചു കിടക്കുന്നൊരു സ്റ്റാച്ചു. നല്ലൊരു ടൗൺ കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഇവിടെ ഒരു റിസർവ് ബാങ്ക് ബിൽഡിംഗ് ആണ്. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വൈറ്റ് ഹൗസ് ആണെന്ന് പെട്ടെന്ന് തോന്നിപ്പോകുന്ന ഈ ബിൽഡിംഗ്. മനോഹരമായ ബിൽഡിംഗ് ആണ്. അതും കടന്ന് നമ്മൾക്ക് വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊക്കെ കുറേ ആളുകൾ, ഇതിൻ്റെയൊക്കെ ഫൗണ്ടർമാരുടെയൊക്കെ ആയിരിക്കും പേരുകൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ വൈറ്റ് ഹൗസിൻ്റെ മുന്നിലെത്തിയിട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനൊക്കെ പോയി. കാരണം ഞാൻ വൈറ്റ് ഹൗസ് ഒരു ഭയങ്കരമായിട്ടുള്ള സാധനം പ്രതീക്ഷിച്ചു. പക്ഷേ കാര്യമായിട്ട് അത്ര വലിപ്പമൊന്നും തോന്നിക്കുന്നില്ല. ജെയിംസ് ഹോബൽ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റ് രൂപകൽപ്പന ചെയ്തതാണ് വൈറ്റ് ഹൗസ്. 1792 പണി ആരംഭിച്ച് 1800 പൂർത്തിയാക്കിയ വൈറ്റ് ഹൗസ് അതിൻ്റെ ഒരു നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാഷിങ്ടൺ DC-യിലെ പെൻസിൽവാനിയയിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൗസിന് ആകെ വിസ്തീർണം 55,000 സ്ക്വയർ ഫീറ്റാണ്. 1800-ാം ആണ്ടിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ ആഡമാണ് ഇവിടുത്തെ ഫസ്റ്റ് താമസക്കാരൻ. ശരിക്കും ഇപ്പോൾ ഉള്ളത് ജോ ബൈഡനാണ്. ഇത് പ്രസിഡൻറ്റിൻ്റെ വസതിയും ഒപ്പം തന്നെ അവരുടെ ഓഫീസായിട്ട് കൂടിയാണ് ഈ വൈറ്റ് ഹൗസ് ഉപയോഗിക്കുന്നത്. 412 വാതിലുകളും
147 ജനലുകൾ, 8 ഗോവണിപ്പടി, 3 ലിഫ്റ്റ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് വൈറ്റ് ഹൗസ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരട്ടോ. വൈറ്റ് ഹൗസിന്റെ മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വീടിന്റെ മുന്നിലുള്ളതാണ് ഈ കുടിൽ കെട്ടി ഈ സമരം കേട്ടോ. പ്രൊട്ടക്ട് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പലസ്തീൻ അനുകൂലികളുടെ ഒരു സമരമാണ്. അവർ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് താമസിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ലിങ്കൻ മെമ്മോറിയലിന്റെ അടുത്ത് എത്തിയിട്ട് 169 മീറ്റർ ഉയരത്തിലാണ് ഈ വാഷിംഗ്ടൺ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്തേക്കുള്ള പ്രവേശനം വൈകിട്ട് 5 മണി വരെയുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയത് കുറേ ടൈം ലേറ്റായി. അപ്പോൾ നമ്മളിനി അടുത്ത ലിങ്കൻ സ്മാരകത്തിൻ്റെ അടുത്തേക്ക് പോകാം. നല്ല കഷ്ടപ്പാട് തന്നെ കേട്ടോ ഇവിടുന്ന് പോകാൻ. നമ്മൾ അവിടുന്ന് ഒരു ഷോർട്ട് കട്ടിന് ഇങ്ങോട്ട് ചാടിയതാ. ഇതേമാതിരി ഒരു ലെങ്തി ഐസിലാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. ഇതിനൊക്കെയുള്ള സ്പെഷ്യൽ കേസ് ഷൂ ഒക്കെ വാങ്ങിയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ട് ആ ടൈമിൽ US മൊത്തം ഐസായിരിക്കും എന്നുള്ള. ഇതിലൊരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ബൈബിൾ മ്യൂസിയം എന്നറിയപ്പെടുന്ന മ്യൂസിയം ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല. ഈ വലിയൊരു ഏരിയയിൽ ഇതൊക്കെ ഗവൺമെൻറ് കസ്റ്റഡിയിൽ തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പോയ ക്യാപിറ്റോൾ, അത് കഴിഞ്ഞ് പോയി മ്യൂസിയം പോയി, അത് കഴിഞ്ഞ് ലിങ്കൻ്റെ അടുത്ത് വന്ന് വൈറ്റ് ഹൗസ്. ഇവിടെ ഇത് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ, ഇതൊരു യുദ്ധസ്മാരകമാണ്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സ്മാരകമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത് അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയും ലെഫ്റ്റ് പസഫിക് എന്ന് പറഞ്ഞിട്ടാണ് അത് ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ മുകളിലൊക്കെ തന്നെ അന്ന് മരണപ്പെട്ടവരിലായിരിക്കാം കുറേ പേരുകളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പില്ലറിൻ്റെ മുകളിലൊക്കെ റീത്ത് വെച്ച് കാണാം നമുക്ക്. വളരെ മനോഹരമായിട്ട് തന്നെ അന്ന് ജീവൻ പിടിഞ്ഞവർക്കുള്ള ഒരു ആദര സൂചകമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇത്. ഒട്ടും അതിൻ്റെ സൗന്ദര്യം കുറയാത്ത മാതിരി അത് പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിയൊരു ഏരിയ കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ വിവിധ ചെറിയ കുട്ടിയായി ഐസൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാനുള്ളൊരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് നോക്കിയാൽ എത്ര കട്ടിയിലാണെന്നറിയോ. നമ്മൾ എന്ത് വെയിറ്റ് സാധനം ഇട്ടാലും അത് പൊട്ടുമൊന്നുമില്ല. ഇത് നേരെ ചെന്ന് നിൽക്കുന്നത് നമ്മളെ ലിങ്കൻ മെമ്മോറിയലിൻ്റെ അടുത്താണ്. ഒരെൻഡ് വന്ന് നിൽക്കുന്നത് ആ സ്റ്റാച്യൂയുടെ മുകളിലാണ്. അപ്പോൾ നമുക്കിനി അവിടെ പോകണം. ലിങ്കൻ മെമ്മോറിയൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല അതിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് അവിടേക്കാണ്. വഴിവിളക്കുകളൊക്കെ തെളിഞ്ഞു വന്ന് സന്ധ്യയോടെ അടുത്ത്. ഇതാണ് കേട്ടോ ലിങ്കൻ മെമ്മോറിയൽ. 1914 തുടങ്ങി 1922 പൂർത്തീകരിച്ച 27,333 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് ലിങ്കൻ സ്മാരകം. ഗ്രീക്ക് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം കേട്ടോ. 16ാമത് പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്മാരകം US നാഷണൽ മെമ്മോറിയമായിട്ട് കൂടി അറിയപ്പെടുന്നുണ്ട്. നിരവധി തദ്ദേശീയരും വിദേശീയരുമായ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരിടം കൂടിയാണ് ഈ സ്മാരകം. ഏകദേശം 70 ലക്ഷം ആള് ഒരു വർഷം ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സമയസന്ധ്യയായി. സ്മാരകത്തിലെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് മിന്നിത്തിളങ്ങി നിൽക്കുന്ന ആ ലിങ്കൻ സ്മാരകമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ അതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമുക്കിനി അവിടെ കയറണം. ഈ ലിങ്കൻ സ്മാരകത്തിന് മുട്ടിരുമി എന്ന് പറഞ്ഞ മാതിരി പോകുന്നൊരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ നമ്മൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ കേട്ടോ. എന്ത് രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറാന്ന് നോക്കിയാൽ. അതിന് പറ്റിയ തണുപ്പും. ഇപ്പോൾ ഇവിടെ -5 ആണ്. മിക്കവാറും നടന്നിട്ടുള്ളതാണ് നമ്മളെ ട്രിപ്പ്. അതുകൊണ്ട് തന്നെ നല്ല ടയർഡാണ്. ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാനിപ്പോൾ ഇത് നമ്മളെ ഹോട്ടലിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യും. നാളെ ഇവിടെ ഒരു മോട്ടോർ എക്സ്പോ ഉണ്ട്. അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാളെ വൈകുന്നേരത്തോടു കൂടി ഇവിടുന്ന് ലാസ് വേഗാസിലേക്ക് തിരിക്കും.